കോഴിക്കോട് കുന്നമംഗലത്ത് പെട്രോൾ പമ്പിൽ മോഷണം 21,000 രൂപയും ടാബ്ലറ്റും നഷ്ടമായി. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. സമീർ, എപ്പോഴാണ് ഈ സംഭവം, ഈ മോഷണ വിവരം പുറത്തറിഞ്ഞതെങ്ങനെ? പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നതെന്ത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണം നടന്നിരിക്കുന്നത്. കാരന്തൂരിലുള്ള പെട്രോൾ പമ്പിലാണ്, നായര പെട്രോൾ പമ്പിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. രാവിലെ തൊഴിലാളികൾ അവിടെ എത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനിരുന്നപ്പോഴാണ് ഇങ്ങനെ മോഷണം നടന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. അതിനൊടുവിലാണ് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയത്. ആ വേളയിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ഈ മോഷണം വരുന്നതും അതുപോലെ തന്നെ അവിടെ അതിൻ്റെ ഓഫീസിൻ്റെ ഗ്ലാസിൻ്റെയോട് ചേർന്നിട്ടുള്ള അതിൻ്റെ ലോക്ക് തകർത്തുകൊണ്ട് അതിനകത്ത് കയറുന്നതും പിന്നീട് 21,000 രൂപയും ടാബും അവിടെ നിന്ന് മോഷ്ടിച്ച് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന 3 ഷൂസുകളും അവിടെ നിന്ന് ഈ മോഷ്ടാവ് കടത്തിയിട്ടുണ്ട്. അതിവിദഗ്ധമായാണ് മോഷണം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഗ്ലാസ് തകർക്കുകയോ മറ്റോ ചെയ്യാതെ അതിൻ്റെ പൂട്ട് തകർത്തുകൊണ്ട് മാത്രം അതിനകത്തേക്ക് കയറുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഷെൽഫിനകത്താണ് ഈ പണം ഉണ്ടായിരുന്നത്. അതും ഇത്തരത്തിലുള്ള ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അത് പൊളിക്കുന്നു. അങ്ങനെ അതിൽ നിന്നുള്ള പണവും എടുക്കുന്നു. അത്തരത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചത് അന്വേഷണ സംഘത്തിന് വളരെ മുതൽക്കൂട്ടാവും. വളരെ വേഗത്തിൽ പ്രതിയെ പിടികൂടാനാകും എന്നാണ് കുന്നമംഗലം പോലീസ് വ്യക്തമാക്കുന്നത്. റീജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഈ മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് കുന്നമംഗലത്താണ് പെട്രോൾ പമ്പിൽ മോഷണമുണ്ടായത്. 21,000 രൂപയാണ് നഷ്ടമായത് എന്നാണ് വിവരം. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ ജീവനക്കാരെത്തിയപ്പോഴാണ് ഇങ്ങനൊരു മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്.